ഞാൻ 5 വർഷക്കാലം വികാരിയായി ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് പള്ളിയുടെ ദേവാലയ ശുശ്രൂഷകൾക്ക് ക്രമീകരണം ചെയ്യുകയും ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾ വികാരിമാരെ എണീക്കാതിരുന്നാൽ കഥയിൽ വന്ന് കൊട്ടി ഉണർത്തിയിട്ട് പോയി ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയം ഒരുക്കുന്ന റിയാസിൻ്റെ മനോഹരമായ ചിത്രം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ വളരെ വിശ്വസ്തമായ രീതിയിൽ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ വ്യാസൻ വിശുദ്ധ കുർബാന പുരോഹിതനായിട്ട് ചെല്ലിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യസമയത്ത് അവിടെ വരുന്ന എല്ലാവർക്കും വിശുദ്ധ കുർബാന ലഭ്യമാകണമെന്ന് പ്രാർത്ഥന ലഭ്യമാകണമെന്ന് കൗതാശിക അനുഭവങ്ങളും നന്മകളുമെല്ലാം ലഭ്യമാകണമെന്ന് വളരെ നിഷ്കർഷയുള്ള വ്യക്തിയായിരുന്നു ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ കത്തീഡ്രൽ ദേവാലയത്തിലെ അനേകം വിശ്വാസികൾക്ക് സ്വർഗീയമായ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുന്നതിൽ റിയാസിൻ്റെ വിധേയമായ ശുശ്രൂഷയും സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ത്യാഗനിർഭരമായ സമർപ്പണമെല്ലാം വളരെയേറെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കത്തീഡ്രൽ ദേവാലയത്തിലുള്ള എല്ലാ ഭവനങ്ങളിലും ഏതാണ്ട് 400ഓളം ഭവനങ്ങളിലും മാസത്തിലൊരിക്കൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ കാര്യങ്ങൾ അറിയിക്കുകയും രോഗികൾക്കും വേദനിക്കുന്നവർക്കും കൗതാശികമായ നന്മകളെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും റിയാഷൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിച്ചിരുന്ന കാര്യവും ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുകയാണ്. റിയാസിനെ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് പറയുവാൻ സാധ്യമാകുന്നത് വളരെയേറെ അനുഗ്രഹീതമായ ഒരു സ്വർഗീയ യാത്രയാണ് വ്യാജം ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദൈവം തനിക്ക് നൽകിയിരുന്നതായിട്ടുള്ള കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പ്രിയപ്പെട്ട സഹധർമ്മിണിയോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് എല്ലാ അവസരത്തിലും അത് വ്യക്തിപരമായി എന്നോട് സംസാരിക്കുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും വളരെ നിശ്ചയോടുകൂടി എന്നാൽ കത്തീഡ്രൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് യാതൊരു ഭംഗവും വരാത്ത രീതിയിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ദൈവ വിളിയുടെ ഭാഗമായി തന്നെ ആ ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുകയും ദൈവം കൗതാശികമായി നൽകിയ കുടുംബജീവിതത്തിൻ്റെ നന്മകളും അതാവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിന് നൽകേണ്ട ആത്മീയ ഭൗതിക നേതൃത്വമെല്ലാം വളരെ വിശ്വസ്തമായി ശ്രദ്ധയോടെ സൂക്ഷ്മമായി നിർവഹിച്ചതിന് ശേഷമാണ് ക്രിയാശിനി ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അടയാളമായി ഈ വത്സലാപിതാവ് ഈ ലോകത്തെ കടന്നു വരികയും ദൈവത്തിൻ്റെ പ്രത്യേകമായ വിശ്വാസവും കരുണയിലും വളരെ സുവിശേഷമായ രീതിയിൽ കരുണയ്ക്ക് സ്ഥാപിച്ചതിനെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും നന്മകൾക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും അത് നിശബ്ദമായി എന്നാൽ വളരെ ത്യാഗോജ്വലമായ രീതിയിൽ ഞങ്ങളുടെ സഭയുടെയും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വളർച്ചയും ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുകയും പിന്നീട് വീട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോഴും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പ്രത്യാശയിലും ജീവിച്ച് ഇപ്പോൾ 84ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഈ വത്സരാവിന് നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് വീഴ്ത്താം. മനുഷ്യരോട് നമുക്ക് കാണിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ആദരവ് അവരെ പ്രാർത്ഥനകളിലും കുർബാനകളിലും ഓർക്കുക എന്നുള്ളതാണ്. നിരന്തരമായി 40-ൽ പരം വർഷം വൃത്താരിയിൽ നിന്ന് കുർബാനയ്ക്ക് ശുശ്രൂഷിച്ച വ്യാജനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവസന്നിധിയിൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനായ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹധർമ്മിണിയോടും കുഞ്ഞുങ്ങളോടും കൊച്ചുമക്കളോടും എൻ്റെ മിത്രാദികളോടും എല്ലാം ഉള്ള അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ
സാന്നിധ്യം ആയിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളോട് നമ്മുടെ സുഖക്കുള്ള അനുശോചന സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനായി അഭിനന്ദനായ യോഹന്നാൻ മാർക്കോസ് സഹോദരൻ ഇവിടെയുണ്ട്. പിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ശുശ്രൂഷയുടെ നാമത്തിൽ. പരിശുദ്ധൻ ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു.